എന്തൊക്കെയാണ് ഒരു മെയിലായ ഞാൻ ഫീമെയിൽസ് നിന്നും ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ആസ് എ ബ്രദർ, ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഫാദർ, എനി കൈൻഡ് ഓഫ് മെയിൽസ് ഔട്ട് ദെയർ എന്താണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ആ പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ പെൺകുട്ടി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ശരിക്കും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുക്കിംഗ് എന്ന് പറയുന്നത് ഗേൾസിന് വേണ്ടി മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. മെൻസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഒരു മെയിലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അബൌട്ട് ദ പീരിയഡ്സ് എല്ലാ ഗേൾസിനും നടക്കുന്ന ഒരു നോർമൽ പ്രോസസ്സാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും പീരിയഡ്സിനെ പറ്റി സംസാരിക്കുന്നത് തന്നെ ഒളിച്ചും ഭാഗത്ത് നമ്മൾ കേൾക്കരുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പലർക്കും പല രീതിയിലാണ് അവരുടെ പീരിയഡ്സ്. കുറച്ച് ഫാസ്റ്റ് ഫുഡ് കഴിക്കാനാണ്, ജങ്ക് ഫുഡ് കഴിക്കാനാണ് എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് അവര് ഈ റീലിലൊക്കെ കണ്ടു, അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ലിപ്സ്റ്റിക് ഇടുന്നത് ആണുങ്ങളെ കാണിക്കാനാണോ? ഓൾമോസ്റ്റ് എല്ലാ ബോയ്സ് ഇങ്ങനെ പറയുന്നതാണ് ലിപ്സ്റ്റിക് ഇടുന്നത് ബോയ്സിനെ കാണിക്കാനാണ് എന്നുള്ള രീതി. സോ വാട്ട് പെർസ്പെക്റ്റീവ് അബൌട്ട് ദാറ്റ്? എന്തിനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്? നീ വിളിച്ചപ്പോ ഞാൻ വന്നിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞുകൂടാ, നമ്മള് പോഡ്കാസ്റ്റ് എടുക്കാൻ വന്നതാ. ഹേ ഗായ്സ്, നമ്മൾ പുതിയൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. നമ്മൾ വിചാരിച്ച സമയത്ത് വളരെ ചുരുക്കം പോഡ്കാസ്റ്റ് മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കെട്ടുകണക്കിന് പോഡ്കാസ്റ്റുകൾ വന്നെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഒരു പോഡ്കാസ്റ്റ് ഓൺ ചെയ്യണം, അത് പോഡ്കാസ്റ്റിൽ തുടർച്ചയായി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്, മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. ഇപ്പോഴാണ് അതിൻ്റെ സാഹചര്യങ്ങളും ബാക്കിയെല്ലാം സെറ്റായത്, സമയം സെറ്റായത്. ഒരുപാടധികം മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലായിട്ട് കേരളത്തിൽ തന്നെ ഒരുപാട് പേര് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങി? നമ്മുടെ ഓൺ ദി വേയിൽ നമ്മുടെ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും. സോ ആ ഒരു ആൾക്കാർ എന്തായാലും എൻ്റെ പോഡ്കാസ്റ്റ് കാണും, നിങ്ങളത് ഗോ ത്രൂ ചെയ്യും, ഫോളോ ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇതുവരെ പേരിട്ടിട്ടില്ല. ഞാൻ ഓൾറെഡി മൈൻഡിലൊരു പേരുണ്ടായിരുന്നു ഒരു പോഡ്കാസ്റ്റിൻ്റെ. പക്ഷെ ഇതിനോടകം പലരും പല രീതിയിൽ അതിനെ വളച്ചൊടിച്ച് അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള പേരിലിട്ടു. ഇത് ഇടുന്നതിന് മുന്നേ പേര് വേണ്ടേ? നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കിളിബ്രോ എന്നുള്ള പേജ് കുറേ നാളായിട്ട്, ഒരു വർഷങ്ങൾ കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കിളിബ്രോ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു 6 വർഷമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ചിലരെങ്കിലും ചിലപ്പം കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ മുടി വളർത്തിയിട്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മുടി വളർത്തിയിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മുടി വെട്ടിയിട്ട് നല്ല മുടി വളർത്തിയിട്ടെന്നാ പറഞ്ഞു. മുടി വെട്ടിയിട്ട് എന്നെ ആരും മനസ്സിലാവുന്നില്ല. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് തന്നെ എന്താന്ന് വെച്ചാൽ, എൻ്റെ സഹോദരി എന്നെ ഒരു ഫീമെയിൽസിൻ്റെ ഏറ്റവും ബേസിക് തിങ്സ്, ഒരു മെയിലായ ഞാൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് തിങ്സ് എൻ്റെ അനീത്തി, എൻ്റെ സിസ്റ്റർ ഇന്ന് എന്നെ പറഞ്ഞു തരാൻ പോവാണ്, പഠിപ്പിച്ചു തരാൻ പോവാണ്. സോ എന്തൊക്കെയാണ് ഒരു മെയിലായ ഞാൻ ഫീമെയിൽസ് നിന്നും ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ആസ് എ ബ്രദർ, ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഫാദർ, എനി കൈൻഡ് ഓഫ് മെയിൽസ് ഔട്ട് ദെയർ എന്താണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്? റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. റെസ്പെക്ട് എന്ന് എന്താണ് ഡിഫൈൻ ചെയ്യുക? എന്താണ് ഈ റെസ്പെക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? റെസ്പെക്ട് എന്ന് പറയുന്നത് പല കൈൻഡ് ഓഫ്, അതിപ്പം മെയിൽസിനെ റെസ്പെക്ട് ചെയ്യണമല്ലോ. ഉറപ്പായി നമ്മള് പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്നൊരു രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മുടെ പേരൻസ് കൊണ്ടുപോകുന്ന, നമ്മുടെ പേരൻസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. മെയിൽ ഡോമിനേഷൻ എന്നുള്ളൊരു രീതി ഫോളോ ചെയ്തിട്ടാണ് പണ്ട് മുതലേ. ഈവൻ നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അച്ഛന്മാർക്കാണ്, നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ ഫാമിലി ഫുൾ അങ്ങനെയാണ്, മെയിൽ ഡോമിനേഷൻ ആണ്. പക്ഷെ ഇപ്പൊ മാറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജനറേഷൻ വന്നതിന് ശേഷം അതിന് നല്ലതുപോലെ മാറ്റം ആയി വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീട്ടിലുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, വീട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റീസ് കൊടുക്കുക. വുമൻസിനാണെങ്കിലും തിരിച്ചാണെങ്കിലും വീട്ടിൽ തന്നെ അത് ഫോളോ ചെയ്ത് വന്നാലേ നമുക്ക് പുറത്തൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സൊസൈറ്റിയിൽ ഇറങ്ങി അങ്ങനെ ഇങ്ങനെ ആ ഒരു ഇതില് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്താൽ പുറത്തോട്ട് കാണും ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സ്ത്രീ കണ്ട അതേപോലെ റെസ്പെക്ട് ചെയ്യാൻ പറ്റൂല്ലേ? ഉറപ്പായിട്ടും. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ ഫോളോ ചെയ്ത് പോകുന്ന ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ പുറത്ത് എന്നിട്ടും കാണിക്കുന്നത്. അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പം റെസ്പെക്ട് അത് എന്നല്ല, നമ്മുടെ ബേസിക് മാനേഴ്സ് പോലും നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ ശീലിക്കുന്നത് അതായിരിക്കും നമ്മൾ പുറത്ത് എന്നിട്ടും കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മേന്റെ അടുത്തും സിസ്റ്ററിന്റെ അടുത്തും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അതുപോലെ ആയിരിക്കും ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് വരുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഓർ വൈഫ് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.
ഇപ്പം നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്തു അമ്മേനെയും സിസ്റ്ററിനെയും, ഓക്കെ ഞാൻ ഇവിടുത്തെ ഒരു ആൺകുട്ടിയാണ്, സോ എനിക്ക് എൻ്റെതായിട്ടുള്ള ഡോമിനേഷൻസ് ഉണ്ട് എന്നുള്ള ഇതിൽ ഫോളോ ചെയ്തു. ഞങ്ങൾ വീട്ടിലുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്തു. ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോവാന്ന് വെച്ചോ. അപ്പോൾ വരുന്ന പെൺകുട്ടി അത് വേറൊരു വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കാം. ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കില്ല. അവരുടെ വീട്ടിൽ ഭയങ്കര നന്നായിട്ട് ഈക്വാലിറ്റി ഉള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെങ്കൊച്ചായിരിക്കും. പക്ഷെ ആ പെൺകുട്ടി നമ്മളിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ആ പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ പെൺകുട്ടി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ശരിക്കും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഫോളോ ചെയ്ത് വെച്ചിരുന്ന മെത്തേഡ് വെച്ചിട്ട് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ പെൺകുട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കിട്ടിയ സാധനം തന്നെ അവിടെയും കിട്ടിയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്റെ ഫാമിലിയിലുള്ള ഗേൾസ് ഓർ വുമൻസ് എല്ലാവരും എന്നെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അതുകൊണ്ട് നീയും എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരിൽ നിന്നും അങ്ങനെ ഒരു ഇത്. അവളുടെ ആ വരുന്ന ആളൊരു ഡോമിനേഷൻ കാണിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എനിക്ക് അറിയില്ല, ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് ബോയ്സ് ഒക്കെ അങ്ങനെ ഒരു ഡോമിനേഷൻ കാണിക്കുന്നതായിട്ടൊന്നും എനിക്ക് അറിയില്ല. ഉണ്ട് ഉള്ളവർ ഒരുപാടുണ്ട്. കുക്കിംഗ് എന്ന് പറയുന്നത് ഗേൾസിന് വേണ്ടി മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. കുക്കിംഗ് എന്ന് പറയുന്നത് ഗേൾസ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഗേൾസ് മാത്രം ചെയ്യരുത് ബോയ്സ് ചെയ്യണമെന്നോ അങ്ങനെയല്ല. കുക്കിംഗ് നമുക്ക് എല്ലാവർക്കും, ഗേൾസ് ഓർ ബോയ്സ് എല്ലാവർക്കും, അതർ ജെൻഡർ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിടത്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് കുറച്ച് നാൾ താമസിക്കേണ്ടി വന്നു, നമുക്ക് കുക്ക് ചെയ്യണ്ടേ? അവിടെ ഗേൾ ഓർ ബോയ് എന്നുള്ളൊരു ഇതല്ല. നമ്മൾ കുക്ക് ചെയ്യേണ്ടത്, കുക്കിംഗ് പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് സ്റ്റേ ചെയ്യേണ്ടത്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പുറത്തുനിന്ന് കഴിക്കാനുള്ള ക്യാഷ് ഇല്ല, നമ്മൾ കുക്കിംഗ് അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അനിയത്തി അല്ലെങ്കിൽ എൻ്റെ വൈഫ് എനിക്ക് കുക്ക് ചെയ്ത് തന്നു, ഞാനൊരാളാണ് എനിക്ക് കുക്ക് ചെയ്യേണ്ട എന്നല്ല. നിങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കണം. അപ്പൊ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ട്രൈ ചെയ്യാം. ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ പോലും പണ്ട് കുഞ്ഞിലെ മുതലേ കുക്ക് ചെയ്യണം, അവരുടെ രീതി അതായിരുന്നു. വീട്ടിലെ എല്ലാ ഗേൾസ് എല്ലാം കുക്ക് ചെയ്യണം, കുക്കിംഗ് പഠിച്ചിരിക്കണം എന്ന നിർബന്ധം പിടിച്ചിട്ട് നമ്മുടെ അമ്മമാരുടെയൊക്കെ ഇതിൽ, അതുകൊണ്ട് അവർക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഗേൾസിന് അധികം നിങ്ങൾ കുക്കിങ്ങിനേക്കാളും കൂടുതൽ പഠിത്തത്തിൽ ഇമ്പോർട്ടൻസ് നൽകൂ എന്ന് ഒന്നും അറിയില്ല, എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നുള്ളത് വളരെ ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ട് പറയുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ഈവൻ സ്ത്രീ ആണെങ്കിലും അല്ലെ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരു മനുഷ്യന്റെ ബേസിക് സർവൈവൽ കാണേണ്ടതാണ് ഞാൻ. അല്ലാണ്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഭർത്താവിന് വേണ്ടിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായതുകൊണ്ട് എന്നെ കുക്കിങ്ങിലേക്ക് തള്ളി വിടുന്നു, ഞാനൊരു ആണായതുകൊണ്ട് കുക്കിംഗ് പഠിക്കണം എന്ന് അങ്ങനെയല്ല. നമ്മുടെ ആവശ്യമാണ് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. നല്ല ഭക്ഷണമല്ല, നമുക്കിപ്പോ എല്ലാ സാഹചര്യത്തിലും പുറത്തിപ്പം എവിടെയെങ്കിലും പുറത്ത് പോയി നിൽക്കാന്ന് വെച്ചാൽ ചില പാർട്ടി പരമായിട്ട് ചില അവധികളൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ കട മൊത്തം അടച്ചിടാറുണ്ട്. അന്നേരം എന്ത് ചെയ്യും? എവിടെ പുറത്ത് പോയി കഴിക്കും? അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുക്കിംഗ് അത് അവരവരുടെ സർവൈവലായിട്ടാണ് കാണുന്നത് കുക്കിംഗ് എന്നുള്ള സ്കില്ല്. അല്ലാണ്ട് അതിനെ ഒരു ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഫാമിലി ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെങ്കിൽ കുക്കിംഗ് പഠിക്കണം, അങ്ങനെ ഒരു രീതിയിലേക്ക് അതിനെ എത്തിക്കേണ്ട ആവശ്യം ഇല്ല. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ കഷ്ടപ്പെടുന്നില്ല. നമ്മള് ദൈനംദിന ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതുപോലൊരു കാര്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് സർവൈവൽ തിങ് ആണല്ലോ. അപ്പം ഇതേപോലെ തന്നെ കുക്കിംഗ് എന്ന് മാത്രമല്ല, ഒരു സ്വിമ്മിങ്, ഇത് മെയിലും ഫീമെയിലും എല്ലാവരും പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിൽ ഉള്ള സിറ്റുവേഷനിൽ വെള്ളപ്പൊക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. സോ ഇത് ഇങ്ങനെയുള്ള കുറെ സ്കിൽസ് പഠിച്ചിരിക്കേണ്ടത് നമുക്ക് ബേസിക് ഹ്യൂമൻ സർവൈവലിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ഒരു കാര്യം, ഈ മെൻസ്ട്രേഷൻ എല്ലാവരും ഭയങ്കര ടൈറ്റിലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഫീമെയിലിനെ പറ്റി പറയുമ്പം ഏറ്റവും ടൈറ്റിലായിട്ട് കാണിക്കുന്നത് മെൻസ്ട്രേഷനാണ്. സോ മെൻസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഒരു ആസ് എ ബ്രദർ, ആസ് എ ഫാദർ, ആസ് എ ഹസ്ബൻഡ് ഒരു മെയിലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അബൌട്ട് ദ പീരിയഡ്സ്? മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ
എല്ലാ ഗേൾസിനും നടക്കുന്ന ഒരു നോർമൽ പ്രോസസ്സാണ്. അറിയാലോ ഇതിന്റെ സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചർ അവരൊരു മദർ ആവാൻ വേണ്ടിയിട്ട് അവര് പ്രിപ്പയർ ചെയ്യുകയാണ് അവരുടെ മെൻസ്ട്രേഷൻ. വളരെ നോർമൽ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ബേസിക് ആയിട്ട് മെയിൽസിന് ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ മെയിൽസിന് എന്തായാലും ബേസിക് ആയിട്ട് സംഭവം അറിയാം. മാസത്തിൽ 7 ദിവസം വരുന്ന ഒരു സാധനമാണ്. അന്നേരം ബ്ലീഡ് ചെയ്യും, അന്നേരം പെയിൻ ആയിരിക്കും. ഈ ഒരു ഔട്ട്ലൈൻ സംഭവങ്ങൾ അറിയാം. അതിനപ്പുറത്തേക്ക് അതിന്റെ ഒരു ഹോർമോണൽ ചേഞ്ചസും അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള മൂഡ് സ്വിങ്സും ഇതിനെ പറ്റിയൊന്നും ഒരു ഗ്രാഹ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുമ്പുള്ള തലമുറ, നമ്മുടെ ഫാദേഴ്സ്, അവരൊന്നും അത് റെസ്പെക്ട് ചെയ്യാത്തതിന് പറയും. അവർക്ക് വേറെ കൊണ്ടല്ല, അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ആ ഇൻഫോർമേഷൻ അവരുടെ പേരൻസിന്റെ അടുത്തുനിന്ന് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാനുള്ള അത്രത്തോളം അറിവ് അവരുടെ പേരൻസിനും ഇല്ല. ഒബ്വിയസ്ലി അത് പറയുമ്പോൾ എൻ്റെ കൂടെ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും പീരീഡ്സിനെ പറ്റി സംസാരിക്കുന്നത് തന്നെ ഒളിച്ചും പാത്ത് നമ്മൾ കേൾക്കരുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ അതിനെയും കൂടെ ബന്ധപ്പെടുത്തി സംസാരിക്കും. നമ്മുടെ ഫാമിലി ഇപ്പൊ ഞാൻ വളർന്ന എന്റെ കൊച്ചിലെ ഇപ്പൊ എനിക്ക് പീരീഡ്സ് ആകുന്ന ആ ഒരു ടൈം തൊട്ടേ അതെന്തോ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്, അത് ചെക്കന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ ബ്രദേഴ്സിന്റെ അടുത്ത് പറയരുത് എന്നുള്ള രീതിയിൽ ആയിരുന്നു എന്റെ. ആക്ച്വലി ഇത് നമ്മളറിയാതെ നമ്മൾ എങ്ങനെ പുറത്തുപോയി വേറൊരു ഫീമെയിൽസിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യും. നമുക്കറിയാം നമ്മൾ അവരെ ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യും. നമ്മുടെ വീട്ടിൽ നമുക്കത് ആരെങ്കിലും പറഞ്ഞു തന്നാല് അല്ലെങ്കിൽ ഫീമെയിൽസിന് ഇങ്ങനെയാണെന്ന് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞാലേ കാണൂ. അല്ലെങ്കിൽ ഈവൻ അങ്ങനെ പറഞ്ഞാലും നമ്മൾ അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ ബോയ്സ് പുറത്ത് വെച്ച് ഇപ്പം മെൻസ്ട്രേഷൻ്റെ എന്തെങ്കിലും പീരീഡ്സിന് ബ്ലീഡ് അവരുടെ ഡ്രസ്സസിലും കണ്ടാൽ കളിയാക്കത്തേ ഉള്ളൂ. കാരണം നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവെയർ ഇല്ല. വീട്ടിൽ അതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് സംസാരിക്കുക വേറെ ആര് സംസാരിക്കും? അത് നമ്മുടെ പേരൻസിനെ വെച്ചാൽ അവര് പണ്ട് മുതൽ ഈ ഫോളോ ചെയ്തു വരുന്ന മെത്തേഡ് തന്നെയാണ്. അവരുടെ പേരൻസ് അവർക്ക് കൊടുത്തു, അവരത് നമുക്ക് തരുന്നു. ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പൊ ഈ ഒരു ജനറേഷനിലാണ് അതൊരു മാറ്റം സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൊച്ചിലെ അങ്ങനെ തന്നെയാണ്. വീട്ടിലെ ബ്രദറിനോടൊന്നും പീരീഡ്സ് ആയിട്ടുള്ള കാര്യം അങ്ങനെ പറയില്ല. നമ്മൾ കുറച്ചും കൂടി പഠിച്ച് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങളായി തുടങ്ങിയപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പേരൻസിനെ ടീച്ച് ചെയ്തു, അവരോട് പറഞ്ഞു കൊടുത്തു ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഇതിനെ ഇത്ര മാനിക്കേണ്ട കാര്യം. ലിമിറ്റ് വെച്ചിട്ട് സംസാരിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അവര് ഫോളോ ചെയ്ത് വരുന്ന മെത്തേഡിൽ നിന്ന് അവർക്ക് ഇപ്പോഴും മാറാൻ പറ്റത്തില്ല. അവര് 1-2 വർഷം എത്ര വർഷം കൊണ്ട് വന്ന് ഫോളോ ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റി. പക്ഷെ ഒരുപാട് കാര്യത്തിൽ മാറ്റമുണ്ട്. അത് നമ്മുടെ കൊച്ചിലെ അവര് നമുക്ക് പറഞ്ഞു തന്നോണ്ടിരുന്ന കാര്യങ്ങള് ഇപ്പൊ നമ്മൾ അവരെ ടീച്ച് ചെയ്തു. അതില് തെറ്റുകൾ നമ്മൾ തിരുത്തി കൊടുത്തപ്പം അവര് പുറത്ത് അതർ പേരൻസിനോട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു. എന്റെ അമ്മയാണെങ്കിലും ഇവിടെ ആണെങ്കിലും അവര് വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി തുടങ്ങിയവര്. ഇപ്പം മെൻസ്ട്രേഷന് തന്നെ പലർക്കും പല രീതിയിലാണ് അവരുടെ പീരീഡ്സ്. നല്ല പെയിൻ ഉള്ള ആൾക്കാരുണ്ടാവാം, നല്ല ബ്ലീഡിങ് ഉള്ള ആൾക്കാരുണ്ടാവാം, ഒട്ടും പെയിൻ ഇല്ലാത്ത ഒട്ടും ബ്ലീഡിങ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം. മൂഡ് സ്വിങ്സ് അവർക്ക് ചിലർക്ക് ദേഷ്യമായിരിക്കും, ചിലർക്ക് സങ്കടമായിരിക്കും, ചിലർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലർക്ക് ആ ടൈമിലാണെങ്കിൽ വളരെ റീൽസിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ് പീരീഡ്സ് ടൈമിൽ ഇപ്പം ചോക്ലേറ്റ്സ് വാങ്ങി കൊടുക്കുന്നു. ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ ആ പെയിനൊരു വേദന ഒരു കുറവുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ആ ചോക്ലേറ്റ്സ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല. ചിലർക്ക് നല്ല സ്പൈസി ഫുഡ് കഴിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ചിലർക്ക് ആ സമയത്ത് കെയറിങ്ങും അറ്റൻഷനും കിട്ടണം എന്നായിരിക്കും. അപ്പൊ പാർട്ട്ണറിന്റെ അടുത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്തു നിന്നാണെങ്കിലും കെയറിങ്ങും അറ്റൻഷനും കിട്ടണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ചിലർക്കാണെങ്കിൽ ഭയങ്കര ഒറ്റയ്ക്കിരിക്കണം, ഏകാന്തതയായിരിക്കും ആ സമയത്ത് ഇഷ്ടപ്പെടുന്നത്, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും അവരുടെ ഹോർമോൺ ചേഞ്ചും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പൊ എൻ്റെ എങ്ങനെയാണെന്ന് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ എൻ്റെയും എനിക്കറിയാവുന്ന കുറച്ചു പേരുടെയും രീതികൾ മാത്രമായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് ലൈഫിൽ വരുന്നൊരു ഗേൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആവണമെന്നേ ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള മൂഡ് സ്വിങ്സ് കാണും, അവരവരുടേതായിട്ടുള്ള രീതികൾ കാണും. ഓൺലൈൻ മീഡിയയിൽ കാണുന്ന ഈ റെസ്പോൺസ് തന്നെ ആയിരിക്കണമെന്നില്ല നമ്മുടെ വരാൻ പോകുന്ന ഒരിക്കലും അല്ല. അത് വെച്ച് ചിലപ്പം ഇവർക്ക് ഇങ്ങനെ ആയിരിക്കും വെച്ച് നമ്മൾ അങ്ങനെ പോയി ട്രീറ്റ് ചെയ്യാൻ പോകും. പക്ഷെ അത് ഉറപ്പായിട്ട് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നും പറഞ്ഞ് ചാടി കയറി നിനക്ക് പീരീഡ്സ് ടൈമിൽ ഞാൻ അടുത്തിരിക്കണോ അതോ വേണ്ട, അങ്ങനെയല്ല. കാര്യങ്ങള് മനസ്സിലാക്കി അതിന്റെ രീതിയിലേക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ എത്തുമ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ റീൽസിലൊക്കെ കണ്ട് റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടുള്ള ഒരാൾക്ക് പീരീഡ്സ് ആണെന്ന് പറയുമ്പോഴേ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാരി കെട്ടിക്കൊണ്ട് പോകുമ്പോൾ
ചിലപ്പോൾ അവർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ താല്പര്യമില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ വരുന്നതേ ഇഷ്ടമല്ലായിരിക്കും, അവർക്ക് ആ സമയത്ത് നിങ്ങളുടെ പ്രസൻസേ ഇഷ്ടമല്ലായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഭയങ്കര അവളെ ഇന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട കെയറിങ് ഞാൻ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല, അവള് നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, അവളുടെ ഹോർമോൺ ചേഞ്ച് അങ്ങനെയാണ്, അവളുടെ മൂഡ് സ്വിങ്സ് അങ്ങനെയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഭയങ്കര ഹൈപ്പില് ദേഷ്യം വരും, ചിലര് അതേപോലെ ഹൈപ്പിലിരുന്ന് കരയും, ചിലർക്ക് സന്തോഷം വരും, ചിലർ ചിരിക്കും. അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പൊ നമ്മുടെ പേരൻസിനും ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാം, പക്ഷെ ആ ഒരു മൂഡ് സ്വിങ്സിനേക്കാളും അതിനപ്പുറം അവരവരുടെ റെസ്പോൺസിബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് അന്ന്. എനിക്കിപ്പോ പെയിൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് കുഞ്ഞിനെ നോക്കണം, ഹസ്ബൻഡിന് ഫുഡ് കറക്റ്റ് ടൈമിന് കൊടുക്കണം, ആ കാര്യങ്ങൾക്കാണ് അവര് ആ സമയത്ത്. ഇപ്പോഴാണ് ഈ കാണുന്ന, ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്, ഇപ്പം ഗേൾ ഫ്രണ്ട്സിന്റെ പാർട്ട്ണറിനോ ഇതേപോലെ പീരീഡ്സ് ആയാൽ അവര് റെസ്റ്റ് എടുക്കും, ആ സമയത്ത് പുറത്തുനിന്ന് വാങ്ങുമോ അല്ലെങ്കിൽ മെയിൽസ് കുക്ക് ചെയ്യോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് പീരീഡ്സ് ആയിട്ട് ഇങ്ങനെ വയ്യാതെ കിടക്കുന്നോ ജോലി ചെയ്യാതിരിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. അത് അവരുടെ പേരൻസ് അതിനെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. നമുക്ക് പീരീഡ്സ് ആണെങ്കിലും പോലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യണം. എല്ലാം അവർ ഫോളോ ചെയ്തു വന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, അവർക്ക് കൃത്യമായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മുടെ പേരൻസ് ആണ് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആ ഒരു രീതി, അപ്പം അവർ പുറത്തു പോയി ജോലി ചെയ്യുവാണെങ്കിൽ പോലും വന്നിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരുടെ പേരൻസ് അവരെ ടീച്ച് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. റെസ്പോൺസിബിലിറ്റിക്ക് മോർ പ്രയോറിറ്റി, സ്വന്തം ഫീലിംഗ്സിന് ഒരു പ്രയോറിറ്റി കൊടുക്കരുത്. സ്വന്തം ഫീലിംഗ്സിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാർ പോലും വളരെ റെയർ. ഇപ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ പീരീഡ്സിന്റെ പെയിൻ ഒക്കെ പറയുന്നെങ്കിലും അത് വലിയ കാര്യമാണോ, ഞാനിങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല എന്നായിരിക്കും പറയുന്നത്. ഉറപ്പായിട്ടും പറയുന്ന പേരൻസ് ഉണ്ട്. ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഇതിലും പെയിൻ ആയിരുന്നു, എന്നിട്ട് ഞാൻ അത് ചെയ്യുമായിരുന്നു, ഇത് ചെയ്യുമായിരുന്നു. നമ്മുടെ പേരൻസിന്റെ ഒക്കെ ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാര് ഇപ്പം ഒരാൾക്ക് അവർക്ക് പെയിൻ കുറച്ച് കുറവായിരിക്കും, അപ്പൊ അവരത് വെച്ചിട്ടായിരിക്കും ബാക്കി എല്ലാരെയും ജഡ്ജ് ചെയ്യുന്നത്. ഇതിന്റെ വേറെ വേറെ വേരിയന്റുകളെ കുറിച്ചിട്ട് അവർ ചിന്തിക്കാറില്ല. എനിക്ക് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് പീരീഡ്സിന്റെ പെയിൻ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ വേറൊരാൾ വന്നിട്ട് എനിക്ക് പെയിൻ ആണ് എന്ന് പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള അറിവ് കുറവുള്ളതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴാണല്ലോ അതിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ കൂടി വന്നത്. എന്താണ് ഇപ്പൊ നിന്റെ പെർസ്പെക്റ്റീവ്, നിന്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിനക്ക് പീരീഡ്സ് ആയിരിക്കുമ്പോൾ നിന്റെ പാർട്ട്ണറിൽ നിന്ന് നിന്റെ ബ്രദർ നീ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എനിക്ക് അറ്റൻഷൻ കിട്ടുക, എനിക്ക് വേണ്ട. എനിക്കിപ്പം ചില മനസ്സിൽ നല്ല പെയിൻ നല്ല ഹൈ ആയിരിക്കും, ചില മനസ്സിൽ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എനിക്ക് വേണ്ട റെസ്പെക്ട് കിട്ടുക, എനിക്ക് വേണ്ട അറ്റൻഷൻ കിട്ടുക. എനിക്ക് ദേഷ്യം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്. അതിപ്പം എല്ലാം അക്സെപ്റ്റ് ചെയ്ത് സഹിച്ച് അയ്യോ അങ്ങനെ നിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ എനിക്ക് വേണ്ട ഒരു അറ്റൻഷനും കെയറിങ്ങും ആ ഒരു സംഭവം കിട്ടിയാൽ മതി എനിക്ക്. ചില സമയത്ത് ഈ പറയുന്നതാണ് എനിക്കും ആരും വേണ്ട, ഒറ്റയ്ക്ക് കുറെ നേരം കിടക്കാനായിരിക്കും ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ചോക്ലേറ്റിൻ്റെ ആണെങ്കിൽ എനിക്ക് പീരീഡ്സ് ടൈമിൽ ചോക്ലേറ്റ് കഴിക്കുന്നതിനോട് എനിക്കിഷ്ടമല്ല. എനിക്ക് സ്പൈസി ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം, കുറച്ച് ഫാസ്റ്റ് ഫുഡ് കഴിക്കാനാണ്, ജങ്ക് ഫുഡ് കഴിക്കാനാണ് എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് ഈവൻ ആരെങ്കിലും ചോക്ലേറ്റ് കഴിക്കും പറഞ്ഞാൽ പോലും ഞാൻ പിന്നെ അവരെ പറഞ്ഞു തിരുത്താൻ നിൽക്കാറില്ല. ഞാൻ പറയാം എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കേസാണ്, ഇങ്ങനെ ഒരു പെയിൻ ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നീ ചോക്ലേറ്റ് കഴിക്കൂ പെയിൻ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടമല്ല നോക്കണ്ടേ, നീ ആ പെയിൻ പോവും, ചോക്ലേറ്റ് കഴിക്കൂ ആ പെയിൻ പോവും എന്നിങ്ങനെ പറഞ്ഞു. അവര് ഈ റീലിലൊക്കെ കണ്ടു, അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് അത് പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാനല്ല ഇഷ്ടം, എനിക്ക് സ്പൈസി ഫുഡ് കഴിക്കാനാണ്, എനിക്ക് ജങ്ക് ഫുഡ് കഴിക്കാനാണ് അപ്പൊ ഇഷ്ടം. ഓക്കെ, ഞാൻ അതിനകത്ത് വേറൊരു സാധനം ചോദിച്ചിട്ട്, സാധാരണ പീരീഡ്സ് ടൈമിൽ എല്ലാവരും വാങ്ങിച്ചു കൊടുക്കുന്ന പറയുന്നത് ഈ ഡയറി മിൽക്ക് അതേപോലത്തെ ഉള്ള ചോക്ലേറ്റ്സ് ആണ്. സോ ബേസിക്കലി ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് 100% ഷുവർ ആണെന്ന് അറിയത്തില്ല, ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ ഇതാണ് ആക്ച്വലി മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഈ ഡയറി മിൽക്ക് അതിനകത്തൊക്കെ ഷുഗർ കണ്ടന്റ് ആണ് കൂടുതലുള്ളത്. ഈ ഡാർക്ക് ചോക്ലേറ്റിൽ അതിനകത്ത് ഈ ചോക്ലേറ്റ് ആണ് കൂടുതൽ. സോ ഐ തിങ്ക് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോഴാണ് ആക്ച്വലി ആ ഒരു മൂഡ് ചേഞ്ചിന് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അതിന് കുറച്ചുകൂടെ എനിക്കൊന്ന് കയ്പാണ്. ആ കയ്പ് കൊണ്ട് അത് അധികം ആരും പ്രിഫർ ചെയ്യാറില്ല.
ചോക്ലേറ്റ് കൊടുക്കാന്നുള്ളപ്പോ ചോക്ലേറ്റ് കഴിക്കുക. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇതിന് പകരം ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു നോക്കിയാൽ ചിലപ്പോ എന്തെങ്കിലും മുറിച്ചുണ്ടായാലോ? അത് കയ്പല്ല. ആ കയ്പ് കഴിക്കണം. എനിക്ക് അത്രയും മധുരമുള്ള സാധനം കഴിക്കണമെന്ന് പോലും എനിക്ക് താല്പര്യമില്ല. അപ്പൊ അത്രയും കയ്പുള്ള സാധനം കഴിക്കണമെന്ന് ഞാൻ പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അല്ലാണ്ട് ചോക്ലേറ്റ്സ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ആയിട്ടൊന്നും എനിക്ക് വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇത് അത് മാത്രമേ ഉള്ളൂ. അത് നോർമലി ഇപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ എന്റെ പെയിൻ പോയി അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ക്രേവിങ്സ് വരുന്നത് ജങ്ക് ഫുഡിനോടാണ്. എന്റെ പീരിയഡ്സ് ടൈമിൽ എനിക്ക് ക്രേവിങ്സ് വരുന്നത് ജങ്ക് ഫുഡിനോടാണ്. അത് കഴിക്കാനാണ് എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെയാണ് എന്ത് ഫീമെയിൽസിന് മാത്രമാണ് ഇമോഷൻസ് ഉള്ളത്, മെയിലിനൊരു ഇമോഷൻ ഇല്ലെന്ന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ജസ്റ്റ് ഇന്നലെ നവംബർ 19 ആയിരുന്നു. അത് നമ്മൾ വളരെ കൺസേൺ ആയിട്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല. കാരണം അത് വേണമെങ്കിൽ വേറെ രീതിയിൽ തന്നെ നമുക്ക് പോർട്രേ ചെയ്യാം. ആൻഡ് വളരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വുമൻസ് ഡേ ആണെങ്കിൽ നീക്കുന്ന സ്റ്റോറീസ് എല്ലാം ഇതേപോലെ വുമൻസ് ഡേ സപ്പോർട്ട് ചെയ്ത് വുമൻസിനെ പറ്റി ഇഷ്ടംപോലെ കോണ്ടന്റ്സും എല്ലാം പ്രവാഹമായിരിക്കും. പക്ഷെ ഒരു മെയിൽസ് ഡേ എന്നുള്ള രീതിയിൽ മെൻസ് ഡേ എന്നുള്ള രീതിയിൽ ഇന്നലെ വളരെ ചുരുക്കം പേര് ഫീമെയിൽസ്, ഞാൻ അത് മെയിൽസ് ഒന്നും അങ്ങനെ അധികം പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഫീമെയിൽസ് ഇതേപോലെ 2-3 പേര് ഇട്ടേക്കുന്നത് കണ്ടു. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. മെൻസിനും ഈ പറഞ്ഞതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള പ്രഷർ ഉണ്ട്, അവരുടേതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. അവരനുഭവിക്കുന്ന പ്രഷർ ഇപ്പം നമ്മുടെ പീരീഡ്സ് ടൈമിലോ അല്ലെങ്കിൽ അത് വരുന്നതിന് മുമ്പിട്ടുള്ള ഹോർമോൺ ചേഞ്ച് മൂഡ് സ്വിങ്സിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രഷർ പോലെ തന്നെ അവരും പല പല കാര്യങ്ങളിൽ പല പല പ്രഷറുകൾ അനുഭവിക്കുന്നുണ്ട്. ഈവൻ പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ പല പല ടെൻഷൻസും അവരുടേതായിട്ടുള്ള മൂഡ് സ്വിങ്സ് അവരുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങൾ തരുന്ന റെസ്പെക്ട് പോലെ തന്നെ ഞാൻ നിങ്ങൾക്കും റെസ്പെക്ട് തരുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സിനെയും ഞാൻ മാനിക്കുന്നുണ്ട്. എത്രത്തോളം റെസ്പെക്ട് നിങ്ങൾ തരുന്നു, നിങ്ങളുടെ ഇമോഷനെയും ഞാൻ കൺസിഡർ ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിങ്സിനെയും ഞാൻ കൺസിഡർ ചെയ്യണം. ഇവൻ എനിക്കിപ്പം എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ ഫാദേഴ്സിൻ്റെ അങ്ങനത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അച്ഛന്മാരുണ്ടല്ലോ, എൻ്റെ ഫാദറിൻ്റെയും എൻ്റെ ബ്രദേഴ്സിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്താലേ നാളെ എനിക്കൊരു പാർട്ട്ണർ വരുമ്പോഴും അവനെയും എനിക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ എന്നെ ഒരു കാര്യങ്ങളും അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷന് ഞാൻ വാല്യൂ തരുന്നില്ല, നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ നടക്കുമ്പോൾ നാളെ എൻ്റെ ഒരു പാർട്ട്ണർ വരുമ്പോൾ അവനെ എനിക്ക് അതുപോലെ റെസ്പെക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഗേൾസിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ബോയ്സിന്റെ കാര്യവും അവരുടെ ഇമോഷൻസിനും റെസ്പെക്ട് കൊടുക്കുക. അവർക്കും ഇതുപോലെ ചിലപ്പോൾ അവരുടെ മൂഡ് സ്വിങ്സിൽ അവർക്കും ഫ്രീ ആയിട്ട് ഇരിക്കാനായിരിക്കും ഇഷ്ടം. അവർക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും കോളിങ്ങിലൊക്കെ കാണുമായിരിക്കും. സോ ആ സമയത്ത് അവർ പറയും എനിക്ക് കുറച്ച് ടൈം താ. ആൻഡ് ജസ്റ്റ് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലിപ്സ്റ്റിക് ഇടുന്നത് ആണുങ്ങളെ കാണിക്കാനാണോ? അല്ല, എല്ലാവർക്കും എല്ലാ ബോയ്സിനുള്ള സംശയമാണ്. ഓൾമോസ്റ്റ് എല്ലാ ബോയ്സും ഇങ്ങനെ പറയുന്നതാണ് ലിപ്സ്റ്റിക് ഇടുന്നത് ബോയ്സിനെ കാണിക്കാനാണ് എന്നുള്ള രീതിയിൽ. സോ വാട്ട് യുവർ പെർസ്പെക്റ്റീവ് അബൌട്ട് ദാറ്റ്? ഇതിടുന്ന ബോയ്സും ഉണ്ടല്ലോ, യൂസ് ചെയ്യുന്ന ബോയ്സും ഉണ്ട്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയി പോവും. ഇപ്പൊ നിങ്ങൾ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തു പോവോ? ഇല്ല. ഇപ്പൊ പോട്ടോ ചക്കന്മാരും പെമ്പിള്ളാരും ഒക്കെ അതൊക്കെ സ്റ്റൈലാണല്ലോ. അങ്ങനെയല്ല, നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഫേസ് എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ഡ്രസ്സ് എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന ചപ്പൽ എങ്ങനെ ഇരിക്കുന്നു, അതിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ വീട്ടിൽ ഇടുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ട് അറിയാണ്ട് നമ്മൾ പുറത്തു പോയി, നമ്മൾ ആ ഡേ ഫുൾ അത് കൺസേൺ ചെയ്തിരിക്കത്തില്ലേ? ഓ എന്റെ ചെരുപ്പാരെങ്കിലും നോക്കോ, എന്റെ ചെരുപ്പാരെങ്കിലും നോക്കോ, അങ്ങനെ കൺസേൺ ചെയ്തിരിക്കത്തില്ലേ? അതേപോലെ ലിപ്സ്റ്റിക് ഇടുന്നത് ഓരോരുത്തരുടെ കോൺഫിഡൻസിനെ. എനിക്ക് പരിചയമുള്ള ഒരുപാട് ഗേൾസ് ഉണ്ട്. അവരൊക്കെ എല്ലാം ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓ ഇത് ഇട്ടിട്ട് ഞാൻ എങ്ങനെ പുറത്തിറങ്ങും എന്ന് വിചാരിച്ച് ഇരുന്നോണ്ടിരുന്ന ഗേൾസ് അത് ഇട്ട് ഇത് ഇടാണ്ട് ഞാൻ എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള സ്റ്റേജിലേക്കായി. ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത്, അപ്പം ഞാൻ എന്നെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതില് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അത് ഇട്ടിട്ട് പോകുന്നത്.
അതൊരിക്കലും ആ ചെക്കൻ എന്നെ നോക്കണമെങ്കിൽ എനിക്ക് ഈ കളർ ലിപ്സ്റ്റിക്ക് വേണം, ഈ ചെക്കൻ എന്നെ നോക്കണമെങ്കിൽ അങ്ങനെയല്ല. ചെക്കന്മാര് നോക്കുവോ നോക്കാതിരിക്കുവോ, ഇപ്പം ലിപ്സ്റ്റിക്ക് തന്നെ അവന്മാര് നോക്കണം എന്നില്ലല്ലോ, വേറെ പലതും നോക്കാലോ. അങ്ങനെയല്ല, എന്ത് നോക്കുന്നു അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോയത് കൊണ്ടാണ് എന്നെ നോക്കിയത് എന്നെനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ ഇതേ അഭിപ്രായം കേട്ടിട്ടുള്ള ഒരാളാ. ഒരുപാട് ചെക്കന്മാർക്ക് ലിപ്സ്റ്റിക് അങ്ങനെ ഇടുന്ന പെൺപിള്ളേരെ ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കളിയാക്കും, ചത്തു ഇതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നത് വെച്ചാല് അവരവർക്ക് ചേരുന്ന ആ ഷെയ്ഡ്സ് അല്ല അവര് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനും കാണുമ്പോ ഇത് ഭയങ്കര ഓവറല്ലേ എന്ന് തോന്നുന്നത് ചിലപ്പോൾ അവർക്ക് ചേരുന്ന ഷെയ്ഡ്സ് ആയിരിക്കത്തില്ല, ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്നോണ്ടായിരിക്കാം. അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ചേരുന്നുണ്ടാവാം. പിന്നെ ഒരുപാട് ഹെൽത്ത് പരമായിട്ട് കുറെ ഇഷ്യൂസ് കേൾക്കുന്നുണ്ട്, അത് എത്രമാത്രം എഫക്റ്റീവ് എന്ന് അറിയില്ല. ഇപ്പൊ അവരവർക്ക് ചേരുന്ന ഷെയ്ഡല്ല, ഇപ്പൊ നിങ്ങളുടെ കണ്ണിൽ കൂടെ കാണുന്നതായിരിക്കത്തില്ലല്ലോ എന്റെ കണ്ണിൽ കൂടെ കാണുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോ ഇതെനിക്ക് ചേരുന്ന ഒരു ഷെയ്ഡ് ആയിരിക്കത്തില്ല. ഞാനത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഫീമെയിൽസിന്റെയും മെയിൽസിന്റെയും ഐന്ന് കാണുന്ന വിഷനിലുള്ള സാച്ചുറേഷനിൽ വ്യത്യാസം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ മെയിൽസിനോ ഫീമെയിൽസിനോ എന്തോ മെയിൽസ് കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കുറച്ചുകൂടെ കളർ കൂടിയാണ് ഫീമെയിൽസ് കാണുന്നത് എന്ന് എവിടോ കേട്ടിട്ടുണ്ട്. എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് ഈ ഷെയ്ഡ്, ഞാനൊരു ഷെയ്ഡ് ഇടാണ്, നല്ല ഭയങ്കര ഒരു ചില്ലി റെഡ് ഷെയ്ഡ് ഞാൻ എൻ്റെ ലിപ്പിലിടാണ്. എനിക്ക് എന്നെ കാണാൻ നല്ല ഈ ഷെയ്ഡ് എനിക്ക് ചേരും. ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനും അത് ഇഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സജഷൻ ചോദിക്കുമ്പോൾ ആ കുട്ടിക്കും അല്ലെങ്കിൽ അവൾക്കും അത് ഇഷ്ടപ്പെട്ടു, ഈ ഷെയ്ഡ് ചേരുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും അയ്യേ ഇതെന്താ, നിങ്ങൾക്കത് വിയേർഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. അതേപോലെയാണ് ഇപ്പൊ നിങ്ങൾക്ക് മോശം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് കൊള്ളില്ല എന്ന് തോന്നുന്നു, നമുക്ക് ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ അത് ഇട്ടിട്ട് നടക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതും ഇത് ഇടുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഭയങ്കര ഹെൽത്തിന് പ്രശ്നം ഉണ്ടാകുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ചൂസ് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അതിപ്പോ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് എല്ലാവർക്കും മേടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ എല്ലാവർക്കും ഇത് ഇടണം. അതുകൊണ്ട് അവർ ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനം മേടിക്കും. അത് മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഒരു പുറത്തുനിന്നൊരു ഫാസ്റ്റ് ഫുഡ് മേടിച്ച് കഴിക്കുന്നു, നമുക്കറിയാം അത് ജങ്ക് ഫുഡ് ആണെന്ന്, അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്നും അത് കഴിച്ചാൽ നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും നമുക്കറിയാം. ബട്ട് നമ്മൾ അതിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മളത് കഴിക്കുന്നു. അതേപോലെ തന്നെയാണ് ലിപ്സ്റ്റിക്കും. അതിന് യൂസ് ചെയ്താലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും അത് എങ്ങനെ വരുന്നു, നമുക്ക് ഹെൽത്തിന് എത്രത്തോളം അത് ബാധിക്കുന്നു നമുക്കറിയാം. പക്ഷെ അത് ഇടുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബ്യൂട്ടിയെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മള് നന്നായിട്ട് ഇരിക്കുമ്പോ നമുക്ക് ഇപ്പൊ നമ്മള് നന്നായിട്ട് പുറത്തു പോകാനാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോ പോലും നമ്മൾ നന്നായിട്ടിരിക്കാനല്ലേ നമ്മള് ഇഷ്ടപ്പെടുത്തുള്ളൂ. അല്ലാതെ ഒരാൾ കാണുമ്പോൾ ഭയങ്കര ബാഡായിട്ടിരിക്കാനൊന്നും ആരും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. എന്നെ എല്ലാവരും കാണുമ്പോൾ ഞാൻ നന്നായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ആയിരിക്കുമല്ലോ എല്ലാവരും. അത് തന്നെയാണ് ലിപ്സ്റ്റിക്കിന്റെ ഒരു ഇത്. ഒരിക്കലും ബോയ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെയല്ല ഇടുന്നത്. എന്റെ ലിപ്സ്റ്റിക്ക് കൊള്ളാം, എന്റെ ലിപ് ഷെയ്ഡ് കൊള്ളാം എന്ന് ബോയ്സ് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഗേൾസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മേ ബി ഇടുന്നെന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ നമ്മുടെ ലിപ് ഷെയ്ഡ് നോക്കിയിട്ട് ഏതാ ഷെയ്ഡ് എന്നൊക്കെ ഗേൾസ് ചോദിക്കും. നമുക്ക് അതൊരു കോംപ്ലിമെന്റ് ആണ്. നമ്മൾ നല്ലൊരു ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഗേൾസ് ഇത് കൊള്ളാം, ഇതേതാ ഷെയ്ഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ബോയ്സും എൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ബോയ്സും ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, യൂസ് ചെയ്യുന്ന ചെക്കന്മാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ എൻഡ് ചെയ്യാം. ഇനി ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് ഇനിയും വീഡിയോസ് പോഡ്കാസ്റ്റ് കൊണ്ടുവരാം. സോ താങ്ക് യു ശ്രീതു കൃഷ്ണ. ഞാൻ പോലും